നമസ്കാരം. ദുരന്തർ സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ എന്താണെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ? അറിയാവോ? ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? ഏതായാലും ഒരു വലിയൊരു സംഖ്യയിലേക്ക് ആ സിനിമയുടെ ആ റെക്കോർഡ് കളക്ഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സിനിമയുടെ കളക്ഷൻ 1000 കോടിക്കടുത്താണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും 1000 കോടി ക്ലബ്ബിലെത്തിയ, അതും 7 ദിവസങ്ങൾ കൊണ്ട് 1000 കോടി ക്ലബ്ബിലെത്തിയ ചിത്രമെന്ന ഖ്യാതി ഒരുപക്ഷെ ആ സിനിമയ്ക്ക് നാളത്തെ ദിനം കൊണ്ടുചെന്നെത്തിക്കാം. ഇന്നിപ്പോൾ വെറും ആറാമത്തെ ദിവസം ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 994 കോടി രൂപയാണ്. കുറച്ച് ചില്ലാനും കൂടി ഉണ്ട്, ഏതാനും ലക്ഷങ്ങളുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 994.37 കോടിയാണ് ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ. വലിയൊരു കളക്ഷൻ അല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് 300 കോടിയാണ് ഈ രണ്ടാം ഭാഗത്തിന് വന്നിരിക്കുന്നത്. ഇത് ദുരന്തർ 2 റിവഞ്ച് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്നത്. ഇതിൻ്റെ ദുരന്തർ 1-ന് 275 കോടി രൂപയാണ് അന്ന് ചിലവായത്. ചിത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കളക്ഷനും കൂടി ചിത്രം 1300 കോടി രൂപയാണ് അതിൻ്റെ ലൈഫ് ടൈമായിട്ട് ആ ചിത്രം നേടിയെടുത്തത്. ഇതിപ്പോൾ വെറും ഒരാഴ്ച കൊണ്ടാണ് അതിൻ്റെ ലൈഫ് ടൈമിലേക്ക് അത് ആ ഒരു കളക്ഷൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ചിത്രം വളരെ വെൽ പാക്കഡ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 3.25 മണിക്കൂറോളം ഉള്ള ഒരു സിനിമ. ഈ സിനിമ എൻഗേജ്ഡ് ആയിട്ട് പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അതിൽ ചില സീനുകൾ കല്ലുകടിയുണ്ട്. അത് പ്രൊപ്പഗൻഡ ഇല്ലാതെ ബോളിവുഡ് സിനിമ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു ഫിക്ഷൻ മൂവി എന്ന ലെവലിൽ ഈ സിനിമയെ നോക്കി കാണുമ്പോൾ സിനിമ നമുക്ക് കാശ് കൊടുത്തതിനുള്ള മൂല്യമുള്ളതാണ്. ഒരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് സിനിമ പോകണമെന്നും വളരെ ഫാസ്റ്റ്ലി പോകണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിസ്സംശയം ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ് ദുരന്തർ 2. ദുരന്തരും അങ്ങനെ തന്നെയായിരുന്നു. ദുരന്തർ 2 എന്ന് പറഞ്ഞ സിനിമ അത് ഇമാതിരി കളക്ഷനിലേക്ക് എത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, സിനിമ റെക്കോർഡ് കളക്ഷൻ നേടുമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ ലൈഫ് ടൈം അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ കളക്ഷൻ എടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. നാളത്തോട് കൂടിയിട്ട് അത് 1100 കോടിക്ക് അടുത്തൊരു കളക്ഷൻ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം ഉറപ്പായിട്ടും അത് നേടിയിരിക്കും. ഏതായാലും ദുരന്തരൻ്റെ ഈ പോക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു 2500 കോടിക്കടുത്തൊക്കെ കളക്ഷൻ ടോട്ടൽ ബിസിനസ്സൊക്കെ ഇതിന് വരാനുള്ള സാധ്യതകളാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഏതായാലും രൺബീർ സിംഗിൻ്റെ ആ ഒരു കഠിനമായ പ്രയത്നത്തിന് അദ്ദേഹത്തിന് അതിൻ്റെ വാല്യൂ ലഭിച്ചിരിക്കുന്നു. ആദിത്യർന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കാത്തിരിക്കാൻ ഇനി ഏതൊക്കെ സിനിമകളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരികയെന്ന്. ഇതിൻ്റെ എന്തായാലും ഇതിന് 3ാം ഭാഗം അണിയറയിൽ ഇല്ല എന്നുള്ള വാർത്തകളാണ് അറിയുന്നത്. വേറൊരു സിനിമയുമായിട്ട് ആദിത്യർ മുന്നോട്ട് പോവുകയാണ്. രൺബീർ സിംഗും മറ്റൊരു സിനിമയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ബോളിവുഡിനത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകളാണ്. പറയാതിരിക്കാൻ തരമില്ല. പഴയ പ്രതാപത്തിലേക്ക് എത്രയും പെട്ടെന്ന് ബോളിവുഡ് എത്തട്ടെ എന്നും